MDMA കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ 10 ദിവസത്തിനകം പ്രതിയെ പിടികൂടാൻ സാധിച്ചത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ള പ്രതിക്കായി 5 സംസ്ഥാനങ്ങളിലാണ് അന്വേഷണ സംഘം യാത്ര ചെയ്തത്. മുക്കത്ത് 2.8 കിലോഗ്രാം MDMAയുമായി പിടികൂടിയ കേസിലെ മുഖ്യപ്രതി വഡോദരയിൽ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടപ്പോൾ അന്വേഷണ സംഘം നേരിട്ടത് ഒട്ടേറെ വെല്ലുവിളികളാണ്. സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകാൻ 10ഓളം സംസ്ഥാനങ്ങളിൽ മുഹമ്മദ് ഹനീഫയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധം, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ പ്രാവീണ്യം, മുൻപ് കാലിവ്യാപാരത്തിനായി രാജ്യത്തുടനീളം സഞ്ചരിച്ച അനുഭവങ്ങൾ എന്നിവയെല്ലാം ദിവസങ്ങളോളം കാണാമറയത്ത് തുടരാൻ പ്രതിക്ക് സഹായകരമായി. പ്രതിസന്ധികളെ ലക്ഷ്യത്തിലേക്കുള്ള ഊർജ്ജമാക്കി പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് ലഹരിക്കേസിൽ രക്ഷപ്പെട്ട പ്രതിയെ 10ാം നാൾ വലയിലാക്കിയത്. രാവും പകലുമില്ലാതെ 10 ദിവസത്തിനിടെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് അന്വേഷണ സംഘം പ്രതിയുടെ പിന്നാലെ ഓടിയത്. തെളിവെടുപ്പിനായി കഴിഞ്ഞ 23-ന് രാജധാനി എക്സ്പ്രസിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകവേ വഡോദര സ്റ്റേഷൻ സമീപത്തു നിന്നാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മുഹമ്മദ് ഹനീഫ രക്ഷപ്പെടുന്നത്. വഡോദര റെയിൽവേ സ്റ്റേഷനിൽ CCTV കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകളിൽ പെടാതിരിക്കാൻ 2 ട്രെയിനുകൾക്ക് നടുവിലൂടെ ട്രാക്കിലൂടെ നടന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. ഏറെ നേരം ട്രാക്കിലൂടെ നടന്ന ശേഷം ഇടറോഡിലൂടെ സഞ്ചരിച്ചാണ് അഹമ്മദാബാദ് എക്സ്പ്രസ് ഹൈവേയിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വലിയ അളവിൽ MDMA എത്തിച്ചിരുന്ന മുഹമ്മദ് ഹനീഫ കഴിഞ്ഞ 6 മാസമായി ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. 2 വർഷത്തിനിടെ ഇയാൾ 12 സിം കാർഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഈ നമ്പറുകൾ പിന്തുടർന്നാണ് ഏപ്രിൽ 2-ന് മുഹമ്മദ് ഹനീഫയെ പോലീസ് പിടികൂടിയത്. വഡോദരയിൽ നിന്ന് അഹമ്മദാബാദിലും അവിടെ നിന്ന് സഹീറാബാദിലുമെത്തിയ ഹനീഫ പണ്ട് താൻ ഉപയോഗിച്ച സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഉപയോഗിച്ചതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. നാട്ടിലെ സുഹൃത്തിൽ നിന്ന് തൻ്റെ ആധാർ കാർഡിൻ്റെ പകർപ്പ് തരപ്പെടുത്തിയ ഹനീഫ പുതിയ ഫോണിൽ സിം കാർഡ് ഇട്ടതോടെ സൈബർ സെൽ പ്രതിയുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞു. സഹീറാബാദിലെത്തിയപ്പോഴേക്കും ഹനീഫ ഹൈദരാബാദിലേക്കും പിന്നീട് ബംഗളൂരുവിലേക്കും കടന്നിരുന്നു. സഹീറാബാദിലെ ഹനീഫയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രതിയുടെ നീക്കങ്ങൾ അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പുതിയ ഫോണും സിം കാർഡും വാങ്ങി പ്രതി നാട്ടിലേക്ക് ബന്ധപ്പെട്ടതായി വടകര സൈബർ സെൽ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ നാട്ടിലേക്ക് വിളിച്ച നമ്പർ ബംഗളൂരു ഡൽഹി ട്രെയിനിൽ ആക്റ്റീവാണെന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം മുഹമ്മദ് ഹനീഫയെ കൽബുർഗിയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. കോഴിക്കോട് റൂറൽ SP T ഫറാഷിൻ്റെയും താമരശ്ശേരി DYSP PK വിനോദ് കുമാറിൻ്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ. ഡാൻസ് ഓഫ് അംഗങ്ങളായ SI രാജീവ് ബാബു, ASI VV ഷാജി, SCPO TK ശോഭിത്ത് എന്നിവരാണ് വഡോദരയിലേക്ക് പോയത്. SI മനോജ് രാമത്ത്, ASI VC ബിനീഷ്, SCPO PP ജിനീഷ്, സൈബർ സെൽ അംഗങ്ങളായ ASI K ശ്രീജിത്ത്, SCPO MK സുരേഷ്, അരുൺ രാജ്, മുക്കം സ്റ്റേഷനിലെ ASI റഫീഖ്, അബ്ദുൾ റഷീദ്, കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡ് SI O മോഹൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.